ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിറ്റ്കോയിൻ ഇവിടെ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. കാരണം ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബോളിഞ്ചർ ബാൻഡ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടെ ഫോം ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു അക്യുമുലേഷൻ ഫേസ്, ദെൻ വീണ്ടും പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും ഒരു അക്യുമുലേഷൻ ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അക്യുമുലേഷൻ ഫേസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബോട്ടം ഏരിയ ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടം ഏരിയ ആയിട്ട് ഇത് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഈ രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് കടന്നതിന് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും പ്രൈസ് ഒരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റിലീഫ് റാലിയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതായത് ചെറിയ രീതിയിൽ പ്രൈസ് ഒന്ന് ബുള്ളിഷ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ അത് പൂർണ്ണമായിട്ടും അത് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ഈ ഒരു 17K 18K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കൊരു ബോളിഞ്ചർ ബാൻഡ് കൊണ്ടുവരാം. ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ സെൻറ്റർ ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇവിടേക്കും ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ ഈ ഒരു സെൻറ്റർ ലൈനിലേക്ക് പ്രൈസ് കയറി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു സെൻട്രൽ ലൈനിൽ നിന്ന് റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഈ ഒരു 17K 18Kയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട പോലെ തന്നെ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിഞ്ചർ ബാൻഡ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ബോളിഞ്ചർ ബാൻഡിൻ്റെ വിഡ്ത്തും നല്ല രീതിയിൽ കൂടി വരികയാണ്. സോ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു സെൻട്രൽ ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടായിരിക്കും പ്രൈസ് താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ രീതിയിൽ ഒരു അക്യുമുലേഷൻ ഫേസ് ആയിട്ട് ഇത് മാറുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ രീതിയിൽ ഒരു സൈഡ് വേസ് ആയിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബോളിഞ്ചർ ബാൻഡിൻ്റെ ഒരു സ്ക്യൂസ് കാണാനായിട്ട് പറ്റും. അതായത് ബോളിഞ്ചർ ബാൻഡിൻ്റെ അപ്പർ ബാൻഡും ലോവർ ബാൻഡും വളരെയധികം ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് കാണാനായിട്ട് പറ്റും. ആൻഡ് അവിടെ നിന്നായിരിക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും കാര്യങ്ങളൊക്കെ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബോളിഞ്ചർ ബാൻഡ് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചുകൊണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു അക്യുമുലേഷൻ ഫേസിന് ശേഷമായിരിക്കും ഒരു ബുൾ റൺ സ്റ്റാർട്ട് ആവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ലൈനിലാണ് പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് 2 ഡെയിലി ക്യാൻഡിൽസ് ഇവിടെ ഫോം ആവാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ ഈ ഒരു ട്രയാങ്കിളിന് പുറത്താണ് ഫോം ആയിട്ടുള്ളത്, ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ആവുന്നുണ്ട്. സോ അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെന്നും പറയാനായിട്ട് പറ്റും, അല്ലെന്നും പറയാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ ആണെന്ന് ഞാൻ പറയാം. അതായത് അസെൻഡിങ് ട്രയാങ്കിളിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോകാനാണ് സാധ്യത. ആ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകാൻ സാധ്യത. പക്ഷേ ഇവിടെ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസിന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനും ദെൻ വീണ്ടും പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിന് പുറത്തേക്ക് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട ഒരു സമയമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് അങ്ങനെ സംഭവിക്കാതെ പ്രൈസ് വീണ്ടും ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എത്രയായിരുന്നു നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ആൻഡ് ഈ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഞാൻ നമ്മുടെ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. CPR ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മന്ത്ലി R1ലേക്ക്, അതായത് മന്ത്ലി CPRൻ്റെ R1 ലൈനിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്ലി CPR നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, നമ്മുടെ
നമ്മൾ ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 24K എന്ന് പറയുന്ന പ്രൈസ് ഓൾറെഡി ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള ഒരു 25,744 എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്കാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു CPR ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണായിട്ട് ഇനി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഏറ്റവും താഴെയുള്ള CPR ലെവലും സെൻറ്ററിലുള്ള CPR ലെവലുമായിരുന്നു നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് പ്രൈസ് വീണ്ടും ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള റിജക്ഷൻ സംഭവിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ട് കാണാൻ പറ്റും. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലൂടെ ഫോം ആയിട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു ഏരിയ ഒരു 22,254 മുതൽ 22,788 വരെയുള്ള ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിന് പുറത്തേക്ക് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ താഴേക്ക് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു പരാബോളിക് ലൈനിന് പുറത്തേക്ക് പ്രൈസ് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അത് നല്ല ഒരു കാര്യമായിരിക്കില്ല. ഓക്കെ, ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് ഈ രീതിയിൽ ട്രെൻഡ് ലൈൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഈ രീതിയിൽ പാരലൽ ചാനൽസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ രീതിയിൽ ഈ പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ CPR ലെവൽ, മന്ത്ലി CPR വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള 25K എന്ന് പറയുന്ന പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു 25K എന്ന് പറയുന്ന പ്രൈസിലേക്ക് എത്തിയത് കൊണ്ട് മാത്രം നമുക്ക് ഇതൊരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് പറ്റുമെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിതൊരു ഷോർട്ട് ടൈം ടാർഗറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ലോങ് ടൈം നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെറിയ രീതിയിൽ 17Kയിലേക്കോ അല്ലെങ്കിൽ 18Kയിലേക്കൊക്കെ പ്രൈസ് വീണ്ടും ഇറങ്ങി വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഉറപ്പ് ഞാൻ പറയുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചുകൊണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്, പാസ്റ്റിൽ നടന്നിട്ടുള്ള പ്രൈസ് ആക്ഷൻസ് നോക്കിക്കൊണ്ട് നമുക്ക് ഏത് രീതിയിലൊക്കെയാണ് പ്രൈസിന് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.